പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി ഭേദഗതി, സ്പിൽ ഓവർ പദ്ധതികളുടെ അംഗീകാരം, ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ കൗൺസിൽ യോഗം പരിഗണിച്ചു. 2026-27 വർഷത്തെ വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പദ്ധതികൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നതിനൊപ്പം ഗുണഭോക്തൃ പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതും യോഗത്തിന്റെ അജണ്ടയിലുണ്ടായിരുന്നു. നിലവിൽ 2026-27 വർഷത്തെ DPC വാലിഡേഷൻ പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വാലിഡേഷൻ പ്രകാരം നഗരസഭ തയ്യാറാക്കിയ പദ്ധതികളുടെ ആകെ തുക 19,64,39,102 രൂപയാണ്. എന്നാൽ വാലിഡേഷൻ പ്രകാരം നിലവിൽ ലഭ്യമായ തുക 14,08,88,000 രൂപ മാത്രമാണ്. ബേസിക് ഗ്രാന്റും ടൈഡ് ഫണ്ടും വാലിഡേഷനിൽ ലഭ്യമായിട്ടില്ലാത്തതിനാൽ ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് നിലവിൽ പദ്ധതികൾ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ ലഭ്യമായ ഫണ്ടുകൾക്ക് അനുസരിച്ചുള്ള അനിവാര്യ പദ്ധതികളും പരമാവധി സ്പിൽ ഓവർ പദ്ധതികളും ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കാനാണ് തീരുമാനം. പുതിയ നിരവധി പദ്ധതികളെ ബഹുവർഷ പദ്ധതികളാക്കി ഉൾപ്പെടുത്തുകയും ബേസിക് ഗ്രാന്റ്, ടൈഡ് ഫണ്ട് എന്നിവയുടെ വാലിഡേഷൻ ലഭിക്കുന്നതിനനുസരിച്ച് പദ്ധതികൾ അന്തിമമാക്കുകയും DPCക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉചിതമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഒറ്റപ്പാലം നഗരസഭയിലെ 9, 11, 27 വാർഡുകളിൽ വാർഡ് സഭകൾ ചേരാത്തതിനാൽ ഗുണഭോക്തൃ പട്ടിക ലഭിച്ചിട്ടില്ല. ഇതുമൂലം ഈ വാർഡുകളിലെ ഗുണഭോക്തൃ പട്ടിക നിലവിലെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. പുതിയ പദ്ധതികളുടെയും സ്പിൽ ഓവർ പദ്ധതികളുടെയും പട്ടികകൾ കൗൺസിൽ പരിഗണനയ്ക്കായി സമർപ്പിച്ചു. പദ്ധതികളുടെ അന്തിമ അംഗീകാരവും തുടർ നടപടികളും DPC വാലിഡേഷനുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ചായിരിക്കും.